പ്രപഞ്ചത്തിൻ്റെ സർവ്വരഹസ്യങ്ങളും നമ്മളിൽ ഉണരാൻ തുടങ്ങും. അമ്മയിലാണ് പ്രപഞ്ചത്തിൻ്റെ സർവ്വരഹസ്യങ്ങളും ഉണരുന്നത്. അമ്മയാകണം. മറ്റൊരാളെ പരിപൂർണമായിട്ട് സ്വീകരിക്കണം. അയാളുടെ വളർച്ചയ്ക്ക് നമ്മൾ ഭാവമാകണം. അതിനു വേണ്ടിയുള്ള ഭാവമാകണം നമ്മൾ. അമ്മ എന്താണ്? അതിനുള്ള ഭാവമാകുകയും ആ ഭാവം കുട്ടി അനുഭവിക്കുകയും. നമ്മൾ ഭാവമായി, അമ്മ ഭാവമായി. അമ്മ ഒരു ഭാവമാണ്, ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിലാണ് കുട്ടി ഇരിക്കുന്നത്. കുട്ടിക്ക് അനുഭവമാണ് കിട്ടുന്നത്. ആ കുട്ടിയുടെ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുകയാണ് അവിടെ. കുട്ടി അതെ, അതിൻ്റെ സ്വഭാവം അലംഭാവത്തിൽ നിന്ന് സ്വഭാവത്തിലേക്ക് എത്തിക്കൊള്ളും. അവിടെ ഹൃദയത്തിൻ്റെ ആ ഭാവത്തിൽ, ഹൃദയത്തിൻ്റെ സ്പന്ദനം, ആ ഭാവത്തിൽ, അമ്മ എന്ന് പറഞ്ഞ ഭാവത്തിൽ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിന് പ്രത്യേക താളമുണ്ട്. ഈ താളമാണ് കുട്ടിയുടെ സ്വഭാവത്തെ സൃഷ്ടിക്കുന്നത്. കുട്ടിയുടെ ഹൃദയം അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനവുമായിട്ട് എപ്പോഴും താതാമ്യം പ്രാപിച്ചാണ് കുട്ടി വളരുന്നത്. അല്ല അമ്മയുടെ ബുദ്ധിയല്ല, അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം. അതാണ് ഭാവം. അതിനെ അനുസരിച്ചാണ് കുട്ടി വളരുന്നത്. അപ്പം അമ്മയുടെ ഭാവത്തിൽ അമ്മ നിൽക്കുമ്പോൾ, ഈ ഉൾക്കൊള്ളാനുള്ള പ്രാപ്തിയിൽ അമ്മ നിൽക്കുമ്പോൾ, അത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അമ്മയെന്ന് പറയുന്നത് സമൂഹം ഉണ്ടാക്കി തരുന്നതല്ല, ആർക്കും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റുന്നതല്ല. അത് പ്രപഞ്ചവുമായിട്ട് താതാമ്യം പ്രാപിക്കുമ്പോഴാണ് അമ്മ. അത് ഏതൊരു വ്യക്തിക്കും ആകാവുന്ന, പുരുഷനും ആകാവുന്നതാണ് അമ്മ. അമ്മയാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. അമ്മ എന്നുള്ളതാണ് ഡിസിപ്ലിൻ്റെ ആരംഭം. അമ്മയെ അറിയാത്തവൻ എങ്ങനെ ജീവിക്കുന്നത്? അമ്മയെ അറിയണം. അമ്മ പ്രപഞ്ചത്തിൻ്റെ സർവകലാശാല തുറന്നു തരുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ സർവകലാശാല, അതിനകത്തുള്ള സർവകലകളും ഉണർത്തിത്തരുന്നത് അമ്മയാണ്.